ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ഞാൻ വർക്കിന് പോകുമ്പോഴുള്ള ഒരു വീഡിയോ ആണ്. വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉള്ള വീഡിയോ ആണ്. ഇൻ ബിറ്റ്വീൻ എനിക്ക് വർക്കിൽ ഉള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം അത് മാത്രം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. ഇന്ന് 30th മാർച്ചാണ്, മദേഴ്സ് ഡേ ആണ്. സോ മദേഴ്സ് ഡേക്ക് എനിക്ക് കുറച്ചധികം വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. കറൻ്റ്ലി ഞാനിപ്പോൾ ആക്ടിവിറ്റി കോർഡിനേറ്ററായിട്ടാണ് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ ആക്ടിവിറ്റി പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ട്. പിന്നെ രാവിലത്തെ ഏറ്റവും വലിയ പാടെന്തെന്നറിയോ, ഈ പെപ്പനെ കുത്തിപ്പോക്കി നേരെ ഒരുക്കി കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ പാട്. എനിവേ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വർക്കിലോട്ട് പോവാണ്. രാവിലെ ഇച്ചായ വന്നതിന് ശേഷമാണ് എനിക്ക് പോകാൻ പറ്റാറ്. പുള്ളിക്കാരൻ്റെ നൈറ്റ് ഷിഫ്റ്റും എനിക്ക് ഡേ ഷിഫ്റ്റുമാണ്. എനിവേ ഷിഫ്റ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ ചെയ്തതായിരുന്നു കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഞാൻ ഇന്ന് ചെയ്ത ഒരു ആക്ടിവിറ്റി കാണിക്കുമായിരുന്നു. ഇതിനകത്ത് ഞങ്ങളുടെ പേര് ആഡ് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ് ഒരു ക്യാൻവാസ് പെയിൻറ്റിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സിനിമയ്ക്ക് പോകാൻ. അപ്പം നമുക്ക് പോകാൻ പറ്റില്ല, കാരണം അത് പെപ്പയ്ക്ക് കാണാൻ പറ്റില്ല. എമ്പുരാൻ മൂവി ടിക്കറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ നമുക്ക് പോകാൻ പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. എനിവേ നമ്മളും കൂടെ പോയി. അത് ഇമീഡിയറ്റ് ആയിട്ട് എടുത്ത ഒരു പ്ലാനായിരുന്നു കേട്ടോ. എന്തായാലും അവിടെ പോയിട്ട് ഞാൻ ഓർത്തത് ഈ പ്ലേസ് നമ്മൾ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പം അതൊന്ന് കണ്ടിരിക്കാം, പിന്നെ അവിടുത്തെ എന്തെങ്കിലും കടകളുണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറാം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് പോയത്. എനിവേ അവിടെ ചെന്ന് ഇച്ചാനകത്ത് കയറിയ സമയം കൊണ്ട് പെപ്പ ഒരു ഐസ്ക്രീമൊക്കെ സെറ്റാക്കി. എനിവേ ഇച്ചാനകത്തോട്ട് പോയതിന് ശേഷം ഞാൻ അവിടെ കയറി പെപ്പയായിട്ട് ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് നേരെ നമ്മുടെ നന്ദൂസിലോട്ട് വന്ന്. നന്ദൂസ് എന്നാന്ന് തോന്നുന്നു എനിക്ക് പറയുന്നത്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറുന്നത്. ഇതിൻ്റെ ഒരു സോസ് ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. എനിവേ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ഞാൻ അവിടുന്ന് 10 വിങ്സ് ആയിരുന്നു വാങ്ങിച്ചത്. അത് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൻ്റെ, അത്യാവശ്യം മീഡിയം സ്പൈസി. പിന്നെ അത് വാങ്ങിച്ചിട്ട് അവിടെ ഇറങ്ങി നേരെ ഞാൻ കാറിൽ പോയി. ഇതാണ് കേട്ടോ കട. അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും കയറി കാണാൻ പറ്റില്ല. ബിക്കോസ് ഈ പെപ്പയുണ്ടല്ലോ ഭയങ്കര ഓട്ടമായിരിക്കും ഇതിൻ്റെ ഇടയ്ക്കൂടെ. അപ്പം ഇതിലും നല്ലത് അവനെയും കൊണ്ട് കാറിൽ പോയിരിക്കുന്നതാണ്. അങ്ങനെ അവിടെ പോയിരുന്ന് ഞാൻ അത്യാവശ്യം വിങ്സൊക്കെ കഴിച്ച് ബാക്കി ഇറ്റാനും വെച്ച്. ഞാൻ ഈ വിങ്സ് ഫാനൊന്നുമല്ല, പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഈ നന്ദൂസിലെ വിങ്സ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഈ വിങ്സ് വാങ്ങിച്ചിട്ട്. എനിക്ക് വിങ്സ് അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വിങ്സ് മാത്രമായിട്ട് കിട്ടുന്നത് വാങ്ങാറുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെപ്പ ഒരുവിധം ഉറങ്ങി വന്ന സമയത്ത് ഇച്ചാൻ ഇറങ്ങി വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ എനിക്ക് 2 ദിവസത്തേക്ക് ഓഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.